ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വരിക്കച്ചക്ക മീഡിയയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ പേര് റിജോ. വരിക്കച്ചക്ക എന്ന് കേൾക്കുമ്പം നമുക്ക് തമാശയായിട്ട് തോന്നുന്നുണ്ട്. എങ്കിലും ഈ ലോക്ക്ഡൗൺ കാലത്ത് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഐറ്റമായിരുന്നു ചക്കയും പ്ലാവും ചക്കക്കുരുവൊക്കെ. ഞാനിത് പറയാൻ കാരണം നമ്മുടെ ചാനലിന് പേരിടാൻ കാരണം ഇത് തന്നെയാണ്. കാര്യം നമുക്കൊരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആയിരുന്നല്ലേ കുറേ നാൾ ഈ ചക്ക. അതുകൊണ്ടാണ് ഞാൻ ഈ ചാനലിന് ഇങ്ങനൊരു പേരിടാൻ കാരണം. ഈ ചാനലും നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, ഞാൻ കാര്യത്തിലോട്ട് പോകാം. ഇത് ടെർമിനൽ, ഇതാണ് ക്രൂസ് ടെർമിനൽ. അതായത് ഷിപ്പ് വരുന്ന സ്ഥലമാണ്. നമ്മുടെ എയർപോർട്ടിൽ ഫ്ലൈറ്റൊക്കെ വരുന്ന പോലെ ഇത് ക്രൂസ് ടെർമിനലാണ്. ഇവിടെ ഷിപ്പാണ് വരുന്നത്. ഇത് ദുബായിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ടെർമിനലാണ്. കാരണം ഇത് അതുപോലെ ഫെസിലിറ്റിയും കാര്യങ്ങളും ഇവർ കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും നമ്മുടെ എയർപോർട്ടിലുള്ള എല്ലാ ഫെസിലിറ്റിയും അതുപോലെ തന്നെ ഈ ടെർമിനലിൽ ഇവർ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലുത്. നമുക്ക് ഇതിലൊരു ഷിപ്പ് കാണാൻ അവസരം ഉണ്ടായിരുന്നു. ശരിക്കും ഞാനിത് നേരത്തെ കണ്ട വീഡിയോസാണ്, ഉണ്ടാക്കിയ വീഡിയോസാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാനത് ചെറിയ ചെറിയ പാട്ടുകളാക്കി അത് ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ശരിയാണ്, നമുക്ക് ഷിപ്പിലോട്ട് പോകാം. ഇതാണ് MSC ബെല്ലിസീമ എന്ന് പറയുന്ന ആഡംബര കപ്പൽ. ഇത് ശരിക്കും 4000 സംതിങ് മേളിൽ പാസഞ്ചർ കപ്പാസിറ്റി ഉണ്ട്. നല്ല വലിപ്പമുള്ളതാണ്. ശരിക്കും ഇതിനകത്ത് പോയി കാണണം, എന്നാലും നമുക്ക് അതിനെപ്പറ്റി മനസ്സിലാകത്തുള്ളൂ. പുറത്തുനിന്ന് കണ്ടാൽ ശരിക്കും നമുക്കൊരു ബിൽഡിംഗ് ആണെന്ന് തോന്നത്തുള്ളൂ. ഈ ഒരു ഫോട്ടോസ് നമുക്കിതിന് എടുക്കാൻ പറ്റത്തില്ല, അതുപോലെ വലിപ്പമാണ് ഷിപ്പിന്. ശരിയാണ്, നമുക്കെന്താ അകത്തോട്ട് പോയിട്ട് അകത്തെ കുറച്ച് വീഡിയോസ് നമുക്ക് കാണാം. ഞങ്ങളങ്ങനെ എൻട്രി ചെയ്തപ്പം ആ പാസഞ്ചർ അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ശരിക്കും നമ്മളൊരു സിറ്റിയിൽ വന്ന് പെട്ട പോലാണ്. നമ്മളകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല ഇത് ഷിപ്പാണോ അതോ ഇനിയും വല്ല ഷോപ്പിംഗ് മാളോ അങ്ങനെ വല്ലതും ആണോ എന്ന് വിചാരിക്കത്തുള്ളൂ. നമ്മൾ അതുപോലെ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കയറി വീഡിയോസൊക്കെ എടുത്ത് സെൽഫിയൊക്കെ എടുത്ത് അടിച്ചു പൊളിച്ചാണ് പോയത്. ഞങ്ങൾ 5 പേര് കൂടിയാണ് പോയത്. ഞങ്ങൾ വലിയ സെൽഫിയൊക്കെ എടുത്ത് എൻജോയ് ചെയ്താണ് പോയത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ബാറ്. വെള്ളം മദ്യം കഴിക്കുന്നവർക്ക് അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തേക്കുന്നത് നല്ല സ്റ്റൈലായിട്ടാണ്. നമ്മളവിടെ കയറി കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ടൈം പോകുന്ന അറിയത്തില്ല. ഇത് അതുപോലെ ടൈം എടുക്കും ഇത് കാണാൻ വേണ്ടി. ഞങ്ങൾ ഓൾമോസ്റ്റ് 2 hours അന്നത്തിലുണ്ടായിരുന്നു. അതുപോലെ ഏരിയകളുണ്ട് നമുക്ക് ഇന്നത്തെ കാണാൻ വേണ്ടി. ഇവിടെ ഇരിക്കാൻ പറ്റിയ സൗകര്യമുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ കയറി കഴിക്കാനാണ് പോയത്. നമുക്ക് ഇഷ്ടമുള്ള ഐറ്റം എടുത്ത് കഴിക്കാം. സ്പൈസി ആയിട്ടും സ്വീറ്റും എല്ലാം ഉണ്ട്, ഫ്രൂട്ട്സ് എല്ലാം. നമുക്ക് എന്ത് വേണോ അതെടുത്ത് കഴിക്കാം. ഇഷ്ടമുള്ള നമുക്ക് പോയി കഴിക്കാവുന്നതാണ്. ഫ്രീയുമാണ്. ഇത് വിസിറ്റേഴ്സിന്, ഗസ്റ്റിനും എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. ഇത് ഞങ്ങൾ പിന്നെ അതിൻ്റെ മുകളിലോട്ട് പോയി. ഇത് സീ സൈഡ് വ്യൂസാണ്. ഇത് നമ്മുടെ ഷിപ്പിൻ്റെ സൈഡാണ്. ഇവിടെ നിന്ന് നമുക്ക് സീ സൈഡും സ്വിമ്മിംഗ് പൂളും എല്ലാം കാണാവുന്നതാണ്. ഇതിന് ഒരു നിലയോടുണ്ട് മേലോട്ട്. ഇത് ടെർമിനലാണ്. ആ കാണുന്ന ഉയരം കൂടിയ ബിൽഡിങ്ങാണ് ബുർജ് ഖലീഫ. ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിങ്ങാണത്. 2 സൈഡിലും സ്വിമ്മിംഗ് പൂളാണ്. നമുക്ക് കയറാനുള്ള പെർമിഷനൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല കയറുന്നതിന്. ഇതുവഴിയാണ് നമുക്ക് ഏറ്റവും മുകളിലത്തെ നിലയിലോട്ട് പോകുന്നത്. ഈ ബാൽക്കണി വഴിയാണ് ഞങ്ങൾ മേലോട്ട് കയറിയത്. ഇതിപ്പോൾ ഏറ്റവും മുകളിലത്തെ നിലയാണ്. ആ കാണുന്നതെല്ലാം ചിൽഡ്രൻസ് പ്ലേ ഏരിയയാണ്. ഇത് നിൽക്കുന്നത് ഞാനാണ്. ഈ ചിൽഡ്രൻസ് പ്ലേ ഏരിയയാണ് ഇതെല്ലാം. ശരിക്കും ഒരു ചെറിയൊരു ചിൽഡ്രൻസ് പ്ലേ ഏരിയ എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഇതായിട്ട് തന്നെ അവർ പണിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങി പോരുന്നു. കാര്യം നമുക്ക് അത്രയും വീഡിയോസ് ഉൾക്കൊള്ളിക്കാൻ വയ്യാത്തതുകൊണ്ട് ഇപ്പം തിരിച്ചിറങ്ങുന്ന ഒരു വീഡിയോ ആണ്. ഞങ്ങൾ ഫ്രണ്ട്സ് തിരിച്ചിറങ്ങി പോരുന്നു ഷിപ്പേന്ന്. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞാണ് ഞങ്ങൾ ഇറങ്ങി വന്നത്. ആ കാണുന്നത് ഐദ എന്ന് പറഞ്ഞ ഷിപ്പാണ്. ഇപ്പം നമ്മൾ ടെർമിനലിലോട്ട് തിരിച്ച് കയറി പോവാണ്. പാസഞ്ചറുകളൊക്കെ തിരിച്ചു വരുന്ന ടൈമായിരുന്നു. നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.